എല്ലാവർക്കും നമസ്കാരം. സച്ചിതം ഫോറുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് വാസ്തുവിദ്യയിൽ പ്രകൃതിയുടെ വൈദഗ്ധ്യവും തത്വചിന്തയും പ്രദർശിപ്പിക്കുന്ന ഒരു വാസസ്ഥലത്തേക്കാണ്. ഇവിടെ എത്താൻ ഏകദേശം 4000 അടി മലമുകളിലേക്ക് നടന്നു പോകേണ്ട. കാപ്പിത്തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ട മലമുകളിലേക്കുള്ള ട്രെക്കിംഗ് ഒരു അനുഭവം അർഹിക്കുന്നതാണ്. മല കയറാൻ ഏകദേശം 45 മിനിറ്റ് എടുക്കും. ചുറ്റുമുള്ള പച്ചപ്പും മനോഹരമായ ഭൂപ്രകൃതിയും കാപ്പിയുടെ സുഗന്ധം വഹിക്കുന്ന തണുത്ത കാറ്റും തീർച്ചയായും നിങ്ങളുടെ യാത്രയെ അവിസ്മരണീയമാക്കും. പുരാവസ്തു ഗവേഷകർക്കും ചരിത്രകാരന്മാർക്കും ഒരുപോലെ ഇപ്പോഴും അത്ഭുതവും നിഗൂഢതയുമായി നിലനിൽക്കുന്ന സുൽത്താൻ ബത്തേരിയിൽ നിന്ന് 16 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ സ്വന്തം എടക്കൽ ഗുഹകളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. പർവ്വതത്തിൻ്റെ മുകളിൽ ഒരു ടിക്കറ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നു. വിനോദസഞ്ചാരികൾക്ക് അവിടെ നിന്ന് പ്രവേശന ടിക്കറ്റുകൾ വാങ്ങാം. പ്ലാസ്റ്റിക് നിരോധിത മേഖല ആയതുകൊണ്ട് തന്നെ മല കയറുമ്പോൾ പ്ലാസ്റ്റിക് വസ്തുക്കൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് ടിക്കറ്റ് കൗണ്ടറുകളിൽ മുൻകൂട്ടി കാട്ടി 20 രൂപ നൽകി ഒരു സ്റ്റിക്കർ പതിക്കേണ്ടതുണ്ട്. തിരിച്ചു വന്ന് ഇത് കാണിച്ചാൽ ഈ 20 രൂപ തിരിച്ചു നൽകുകയും ചെയ്യും. ടിക്കറ്റ് എടുത്ത് മുൻപോട്ട് പോകുമ്പോൾ അധികാരികൾ നിങ്ങളുടെ മുമ്പിൽ ഒരു ഇരുമ്പ് ഗേറ്റ് തുറക്കും. തുടർന്ന് നിങ്ങൾക്ക് ചരിത്രത്തിൻ്റെ ഒരു ലോകത്തിലേക്ക് പ്രവേശിക്കാം. അത് ആളുകളെ ആകർഷിക്കുന്നത് ഒരിക്കലും അവസാനിക്കുന്നില്ല. വിനോദസഞ്ചാരികൾ അമ്പുകുത്തി മല ചവിട്ടിയാണ് ഗുഹകളിൽ എത്തിച്ചേരേണ്ടത്. എടക്കൽ ഗുഹകളുടെ പേരിൻ്റെ അർത്ഥം ഇടയിലുള്ള ഒരു കല്ല് എന്നാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു ഗുഹ സൃഷ്ടിക്കാൻ 2 വലിയ പാറകൾക്കിടയിൽ ഒരു പാറക്കല്ല് അത്ഭുതകരമായി ഇഴചേർന്നതായി തോന്നുന്നു. ഇടക്കൽ ഗുഹകൾ യഥാർത്ഥ അർത്ഥത്തിൽ ഒരു ഗുഹയല്ലെന്നാണ് ശാസ്ത്രജ്ഞരുടെ അഭിപ്രായം. പ്രകൃതിദത്തമായ കാരണങ്ങളാലും കാലാവസ്ഥാ വ്യതിയാനങ്ങളാലും രൂപപ്പെട്ട പാറകളിലെ വിള്ളലാണിത്. പാറയുടെ പിളർപ്പിന് ഏകദേശം 22 അടി വീതിയും 96 അടി നീളവുമുണ്ട്. പിളർപ്പിൻ്റെ ആഴം 30 അടിയിലധികം നീണ്ടുകിടക്കുന്നു. ഒരു വലിയ പാറ വീണ് അതിനു മുകളിൽ മേൽക്കൂര രൂപപ്പെട്ടു. ഈ വലിയ പിളർപ്പും മേൽക്കൂര പാറയും ഒരു ഗുഹയുടെ രൂപം നൽകുന്നു. എടക്കലിലെ ഭീമാകാരമായ വിള്ളലുകളുമായി ബന്ധപ്പെട്ട നിരവധി ഐതിഹ്യങ്ങളുണ്ട്. ഈ പ്രദേശത്ത് നേരത്തെ സന്ദർശകരിൽ ഒരാളായ ശ്രീരാമൻ എയ്ത അമ്പ് പർവ്വതത്തിൽ തുളച്ചു കയറുകയും അവിടെ ആഴത്തിലുള്ള വിള്ളൽ സൃഷ്ടിക്കുകയും ചെയ്തുവെന്ന് ആളുകൾ വിശ്വസിക്കുന്നു. ഈ ഐതിഹ്യത്തിൽ നിന്നാണ് അമ്പുകുത്തി എന്ന പേര് വന്നത്. പ്രാദേശിക ആളുകൾ പ്രാദേശിക ദേവതകളെ ഗുഹകളുമായി ബന്ധപ്പെടുത്തുന്നു. ഗുഹകൾക്ക് സമീപം നിങ്ങൾക്ക് നിരവധി വിഗ്രഹങ്ങൾ കാണാം. ഗുഹകളുടെ കണ്ടെത്തൽ 1895 മുതലുള്ളതാണ്. ഇത് മലബാർ ഡിസ്ട്രിക്റ്റിലെ അന്നത്തെ പോലീസ് സൂപ്രണ്ട് ഫ്രെഡ് ഫോസറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വയനാട്ടിലേക്ക് വേട്ടയാടാൻ പോയ അദ്ദേഹം കോഫി എസ്റ്റേറ്റിൽ നിയോലിത്തിക് സെൽറ്റ് ഉപയോഗിച്ചിരുന്ന ഒരു കല്ലുമഴു ശ്രദ്ധയിൽപ്പെട്ടു. ഫ്രെഡ് ചരിത്രത്തിന് മുമ്പുള്ള ഒരു തൽപരനായിരുന്നു. ഈ സംഭവം സ്ഥലത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന് ജിജ്ഞാസ വർദ്ധിപ്പിച്ചു. പ്രദേശവാസികളുമായി അന്വേഷണങ്ങൾ നടത്തിയ ശേഷം വയനാട്ടിലെ ഉയർന്ന ശ്രേണികൾ കൂടുതൽ പര്യവേക്ഷണം ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു. അമ്പുകുത്തി മലയിലെ തടിച്ച ഇലച്ചെടികൾ താണ്ടി അദ്ദേഹം പോയി. തൻ്റെ ദൗത്യത്തിൽ ഭൂമിയിലെ മനുഷ്യരുടെ ആദ്യകാല വാസസ്ഥലങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന പർവ്വതത്തിന് മുകളിൽ ഒരു പാറ അഭയകേന്ദ്രം കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പുതിയ ശിലായുഗത്തിൽ ഗുഹകളിൽ ആളുകൾ താമസിച്ചിരുന്നതായി സൂചിപ്പിക്കുന്ന അടയാളങ്ങൾ ഉണ്ടായിരുന്നു. ഈ ആവേശകരമായ കണ്ടെത്തൽ ലോകമെമ്പാടുമുള്ള പുരാവസ്തു ഗവേഷകരുടെയും ചരിത്രകാരന്മാരുടെയും ശ്രദ്ധ ആകർഷിച്ചു. ഗുഹകൾ വിവിധ കൊത്തുപണികളും ചരിത്രാതീത രേഖാചിത്രങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഗുഹാഭിത്തികളിലെ പ്രതിനിധാനങ്ങളുടെ ആ സ്വഭാവം ചരിത്രത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ഗുഹകൾ വിവിധ സെറ്റ് ആളുകൾ കൈവശപ്പെടുത്തിയിരുന്നതായി സൂചിപ്പിക്കുന്നു. ഗുഹകളിൽ 3 വ്യത്യസ്ത പെട്രോഗ്ലിഫുകൾ കാണാം. ചില ചിത്രീകരണങ്ങൾക്ക് 7000 വർഷത്തോളം പഴക്കമുണ്ട്. ദക്ഷിണേന്ത്യയിലെ ശിലായുഗ കൊത്തുപണികൾക്ക് അറിയപ്പെടുന്ന ഏക സ്ഥലമാണ് എടക്കൽ. നിയോലിത്തിക്, മെസോലിത്തിക് കാലഘട്ടങ്ങളിലെ കൊത്തുപണികളിൽ പുരാതന ശിലാലിപികൾ, പുരാതന ആയുധ രൂപങ്ങൾ, ചിഹ്നങ്ങൾ, വിവിധ മൃഗങ്ങളുടെയും മനുഷ്യരുടെയും രൂപങ്ങൾ മുതലായവ ഉൾപ്പെടുന്നു. പാറയുടെ ഉപരിതലം രേഖീയ രൂപങ്ങളാൽ നിറഞ്ഞതാണ്. കൂടാതെ വിചിത്രമായ ആകൃതിയിലുള്ള രൂപങ്ങൾ, കുരിശുകൾ, ത്രികോണങ്ങൾ, ത്രിശൂലങ്ങൾ എന്നിവ കാണാം. ചതുരങ്ങൾ, നക്ഷത്രങ്ങൾ, ചക്രങ്ങൾ, സർപ്പിളങ്ങൾ, സസ്യരൂപങ്ങൾ, കാലത്തിൻ്റെ ആകൃതിയിലുള്ള വസ്തുക്കൾ, വിവിധ മൃഗങ്ങൾ, മനുഷ്യരൂപങ്ങളിൽ പലതും തലമുടി ഉയർത്തി ചിലർ മുഖംമൂടി ധരിച്ചിരിക്കുന്നു. ഈ രൂപങ്ങളെല്ലാം കണ്ണഞ്ചിപ്പിക്കുന്നതും പുരാവസ്തു പ്രാധാന്യമുള്ളതുമാണ്. ഈ ചിത്രങ്ങളുടെ കൊത്തുപണികൾ കൂടാതെ തമിഴ് ബ്രാഹ്മി ലിപി ഉൾപ്പെടെയുള്ള പുരാതന ലിഖിതങ്ങളും ഗുഹകളിൽ നിന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരു ആദിവാസി രാജാവ്, ഒരു രാജ്ഞി, ഒരു കുട്ടി, ഒരു മാൻ, ആന എന്നിവയുടെ ചിത്രങ്ങൾ ചുമരിൽ കാണാം.
ശിരോവസ്ത്രം ധരിച്ച ഒരു മനുഷ്യരൂപം, ചക്രമുള്ള വണ്ടിയിൽ മറ്റൊന്ന്, ചില ആൺപെൺ രൂപങ്ങൾ എന്നിവയും കാണാം. പുരാതന മനുഷ്യർ ഉപയോഗിച്ച ഉപകരണങ്ങളുടെ ചിത്രങ്ങളും ചരിത്രാതീത മനുഷ്യരുടെ സാന്നിധ്യം സൂചിപ്പിക്കുന്ന മറ്റ് നിരവധി ചിഹ്നങ്ങളുമുണ്ട്. എടയ്ക്കൽ ഗുഹകളിലെ ഗവേഷണങ്ങളുടെയും ഖനനങ്ങളുടെയും സമീപകാല ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് സിന്ധു നദീതട നാഗരികതയുമായുള്ള അതിൻ്റെ സാധ്യതയുള്ള ബന്ധമാണ്. സിന്ധു നദീതട സംസ്കാരവുമായി കാര്യമായ ബന്ധമുള്ള 400ഓളം അടയാളങ്ങൾ ഈയിടെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ അടയാളങ്ങളിൽ പ്രധാനം ഒരു ജാർ കപ്പുള്ള മനുഷ്യനാണ്. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ വ്യതിരിക്തമായ രൂപമാണിത്. അത്തരം അടയാളങ്ങളുടെ സാന്നിധ്യം സൂചിപ്പിക്കുന്നത് ഹാരപ്പൻ നാഗരികത ദക്ഷിണേന്ത്യയിലും സജീവമായിരുന്നു എന്നാണ്. സന്ദർശകർ കൊത്തുപണികൾക്ക് കേടുപാടുകൾ വരുത്തുന്നത് തടയാൻ ഗുഹയിൽ ഒരു ഇരുമ്പ് റെയിലിംഗ് സ്ഥാപിച്ചിട്ടുണ്ട്. ഹിസ്റ്ററി ഐസി വായുവും അടയാളങ്ങളുമുള്ള നനഞ്ഞ ഇൻറ്റീരിയർ ഏതൊരു സന്ദർശകനെയും ആകർഷിക്കും. 4000ഓളം വർഷം പഴക്കമുണ്ടെന്ന് കരുതുന്ന ഈ രീതിയിലുള്ള ഗുഹാചിത്രങ്ങൾ പിന്നീട് കണ്ടെത്തിയിട്ടുള്ളത് സിറിയയിലെ യൂറോപ്യൻ ആൽപ്സിലും ആഫ്രിക്കയിലെ പാറ നിറഞ്ഞ ചില പ്രദേശങ്ങളിലും മാത്രമാണ്. കേരളത്തിലെ ഏറ്റവും പുരാതനമായ ഒരു രാജവംശത്തെപ്പറ്റി സൂചന നൽകുന്ന ഈ ശിലാലിഖിതങ്ങൾ ലോക കൊത്തു ചിത്രകലയുടെ ആദിമ മാതൃകകളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ളവയാണ്. പ്രാചീനമായ ചിത്രങ്ങളും പിൽക്കാലത്തെ രേഖപ്പെടുത്ത ലിപികളും ഇവിടെ കാണാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും ഒരു മികച്ച അനുഭവമാണ് എടയ്ക്കൽ ഗുഹ സന്ദർശനത്തിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. എത്തിച്ചേരുന്നതിനായി ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനും രാജ്യാന്തര വിമാനത്താവളവും കോഴിക്കോടാണ്.